ഹായ് മിഷവരെ, അവിടെ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ അടിപൊളിയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചെറുതേനീച്ച ബോക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബോക്സ് ഉണ്ട്, പിന്നെ അതുപോലെ നമ്മളെ റാണി സെല്ല് വെച്ചിട്ട് അതിൽ ഈച്ച കുറഞ്ഞു. അപ്പോഴേ കുറച്ച് പുതിയ, അതായത് മുട്ട വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് അതിൽ കുറച്ച് തേനും പൂമ്പൊടിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഞാനത് ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മച്ചന്മാരെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മൾ ചെറുതേനീച്ചയെക്കുറിച്ച് ഫസ്റ്റ് പറയുന്ന സമയത്ത് തന്നെ ചെറുതേനീച്ചയുടെ ബോക്സിനെ കുറിച്ചുകൂടെ നമുക്ക് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാനുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ കാണിക്കുന്ന സ്പ്ലിറ്റിംഗ് ബോക്സാണ്. അപ്പോൾ 2 പീസാണ്. അപ്പോൾ ഒന്ന് ബ്രൂഡ് ചേമ്പറും ഹണി ചേമ്പറുമാണ് ഇതിൻ്റെ അറകളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ 2 പീസിലും മുകളിലും താഴെയായിട്ട് ഇതേപോലെ അറയായിട്ട് നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൂട് നമ്മുടെ കയ്യിൽ വിൽക്കാനുണ്ട് കേട്ടോ. ആവശ്യക്കാർ കമൻറ്റ് അയച്ചാൽ മതിയേ. അപ്പോൾ ഇത് കൂടിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കൂട്, ഞാനിപ്പോൾ ചെറുതേനീച്ച ഉള്ളൊരു കോളനി ഞാൻ തുറക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കൂട് വലിയൊരു പലവയിലുള്ള ഒരു ബോക്സാണ് കേട്ടോ. വലിയ ബോക്സാണ്. അപ്പോൾ സാധാരണ നമ്മളെ ചെറുതേനീച്ചയ്ക്ക് ഇത്രയും വലുതിൻ്റെ ആവശ്യമില്ല. പക്ഷേങ്കിലും ഞാനിപ്പോൾ ഈ ബോക്സ് തുറക്കാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് തേനൂടെ എടുക്കണം. തേനോ പൂമ്പൊടിയോ നമുക്ക് എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കൂട് തുറക്കുന്നത് കേട്ടോ. അതായത് തുറന്നത്. അപ്പോൾ അത് നമ്മൾ സാധാരണ നമുക്ക് ചെറുതേനീച്ച കൂട്ടിൽ നമുക്ക് എപ്പോഴും ഫുൾ ടൈം തേനുണ്ട് കേട്ടോ. അത് സീസണിലാണ് കുറച്ചുകൂടെ തേൻ കൂടുതൽ കാണുന്നത്. അല്ലാത്തപ്പോഴെല്ലാം ഇതേപോലെ കുറച്ച് തേൻ ഫുള്ളായിട്ട് കാണും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന വലിയ കൂടായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തേൻ ഇങ്ങനെ സൈഡ് മൊത്തത്തിൽ അവരിങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ പോകുന്നത്. ഇല്ലെങ്കിൽ നല്ല സെറ്റായിരിക്കും കേട്ടോ. ഇത് ആ മുകളിൽ കാണുന്നതാണ് റാണി കേട്ടോ. അപ്പോൾ നമ്മൾ അപൂർവമായിട്ട് കൂടുകൾ തുറക്കുന്ന സമയത്താണ് നമുക്കിങ്ങനെ റാണിയെ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് പറയുന്നത് നമ്മളെ ചെറുതേനീച്ചയെക്കുറിച്ച് അറിഞ്ഞുകൂടാതെ നമ്മളെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പുതിയ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അവരെ കൂട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പില്ലർ പോലെയാണ് കംപ്ലീറ്റ് ഗ്യാപ്പ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെയാണ് തേനിലും കേട്ടോ. അവരൊന്നും കറക്റ്റ് അതോടെ ചേർത്ത് നമ്മൾ വയ്ക്കുന്ന, ഇപ്പോൾ ഏത് കൂടായിരുന്നാലും ശരി തന്നെ, പല കൂടായിരുന്നാലും അവരിങ്ങനെ ചേർത്ത് വയ്ക്കത്തില്ല. അതിൽ നിന്നൊരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് പില്ലർ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ തേനും അതുപോലെ തന്നെ മുട്ടകളെല്ലാം സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ഈ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഈ വലത് സൈഡിൽ നിന്നോ നമുക്ക് കുറച്ച് തേൻ എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ മൊത്തം പടർന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കുന്ന സമയത്ത് ഒരുപാട് തേനിങ്ങനെ പൊട്ടി താഴോട്ട് ഒലിക്കും കേട്ടോ. പക്ഷേ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ കുറച്ച് മാത്രം ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്, നമുക്ക് മാക്സിമം എടുക്കാം. അതായത് ഈ താഴെ കാണുന്ന ഭാഗം നമുക്ക് വേണമെങ്കിൽ അതിനെടുത്ത് നമുക്ക് ആ കൂട്ടിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചെറുതേനീച്ചയെക്കുറിച്ച് ഞാനിങ്ങനെ വിശദമായിട്ട് ഇങ്ങനെ എടുക്കുന്നത്. ഈ പില്ലറൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ സൈഡ് ക്ലിയർ ചെയ്ത് പിടിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ചെറുതേനീച്ചകൾ ഏത് കൂടായിരുന്നാലും ശരി, അവർ ഈ കോർണർ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ജോയിൻ്റ് വരുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് അവർ തന്നെ മെഴുകി വെച്ച് കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിന്ന് എടുക്കുന്നത് ആ താഴെ കാണിച്ച തേനാണ്. അപ്പോൾ ഈ കൂട്ടിലാണ് നമുക്കിന്ന് തേനും പൂമ്പൊടിയൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ആ കൂട്ടിൽ നിന്ന് തേന് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വേറൊരു കൂട്ടിൽ നിന്ന് നമുക്ക് പൂമ്പൊടിയൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ തൽക്കാലം ഞാനത് ഇത് മാത്രം കാണിക്കാം കേട്ടോ. നമ്മളുടെ 2 കോളനിയിൽ റാണി സെല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഇതുപോലെ റാണി സെല്ല് വെച്ച് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ആയിരിക്കും കേട്ടോ. അതായത് നമുക്കത് ഇപ്പോൾ വിരിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിലുള്ള മുട്ടകൾ കംപ്ലീറ്റ് ആയിട്ട് വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുപോലെ നമ്മൾ റാണി സെല്ല് വിരിഞ്ഞിട്ടില്ല, ഏകദേശം വിരിയാറായിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു കൂട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് 2 ഞാൻ ഏകദേശം ഒരേ സമയത്ത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് നല്ല വിരിയാറായിട്ടുള്ള മുട്ട, അതായത് കുറച്ച് നല്ല പുതുമയോടെ ഇരിപ്പുണ്ട് കേട്ടോ. കാണാൻ നല്ല ഇതായിട്ടിരിപ്പുണ്ട്. പിന്നെ ഇത് ഈ ഭാഗത്ത് ഇപ്പോൾ കാണിക്കുന്ന ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അതിൽ തേനിൻ്റെയാണ് കേട്ടോ. നേരത്തെ നമ്മൾ വയ്ക്കുന്ന സമയത്ത് തേനും പൂമ്പൊടിയൊക്കെ വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ അതിൽ തേനിന് ഒരുപാട് തേന് കുറവാണ് കേട്ടോ. അവർ ചെറിയ അറകൾ സെറ്റ് ചെയ്ത് അങ്ങനെ മാത്രം വച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കറക്റ്റായിട്ട് തേനും പൂമ്പൊടിയും അതുപോലെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മുട്ട നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വിരിയാറായ മുട്ട വേറെ ഏതെങ്കിലും കൂട്ടിൽ നിന്ന് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഇതിനകത്ത് ഈച്ച ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വയ്ക്കുന്നില്ല, മുട്ട വയ്ക്കുന്നില്ല. പക്ഷേ അതിന് പകരം തേനും പൂമ്പൊടിയും സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് കാണിച്ച കൂട്ടിൽ നിന്ന് നമ്മളെ ലാസ്റ്റ് കാണിച്ച താഴത്തെ ഭാഗത്തു നിന്ന് അധികം പൊട്ടി, എന്താ പറയുക, തേൻ അധികം ഒലിച്ചിറങ്ങാത്ത രീതിയിലുള്ള ഒരു അടയാണ് ഞാൻ അവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മൾ റാണി സെല്ല് വെച്ച് കഴിഞ്ഞാലും ഏകദേശം നമ്മളൊരു 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമോ കഴിയുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ചില സമയങ്ങളിൽ ഈച്ച കുറവായിരിക്കും, ചില സമയങ്ങളിൽ ഇതേപോലെ തേനും പൂമ്പൊടിയൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ ഇതേപോലെ അഡീഷണലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ആ സൈഡിലാണ് ഞാനത് തേന് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതേപോലെ തേന് വെച്ച് കൊടുത്തിരുന്നാലും പൊട്ടിയ ഭാഗം നമ്മൾ മുകളിലോട്ട് വെച്ച് വേണം സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല, കൂട് നമ്മൾ കുറച്ച് ചരിച്ച് താഴ്ത്തി വെച്ച് കൊടുക്കണം കേട്ടോ. അതായത് ഒരിക്കലും അഥവാ ഇതിൽ നിന്ന് തേന് തറയിൽ വന്നാലല്ല ബോക്സിൽ വീഴുന്നാലും അതിൽ നിന്ന് നമ്മളെ മുട്ടയിലോട്ടൊന്നും വരാത്ത വിധത്തിൽ ഒന്ന് ചരിച്ച് വേണം വയ്ക്കാൻ കേട്ടോ. അതായത് കൂട് നമ്മൾ തൂക്കിയിടുന്ന സമയത്ത് ഒന്ന് ചരിച്ച് തേൻ ഏത് ഭാഗത്താണ് ഇരിക്കുന്ന ആ ഭാഗം കുറച്ച് താഴ്ത്തി വെച്ച് കൊടുക്കണം കേട്ടോ.
ബോക്സിൽ ഞാനങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർ അങ്ങനത്തെ വീഡിയോകൾ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ഈ കൂട് കേട്ടോ. അതായത് റാണി സെല്ല് മാത്രം അത് വെച്ച് കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കാണിക്കുന്നത് രണ്ടാമത്തെ കൂടാണ്. അപ്പോൾ രണ്ടാമത്തെ കൂട് ഞാനിങ്ങനെ തുറന്ന് നോക്കുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് കുറച്ച് ഈച്ചകളിങ്ങനെ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ റാണി എന്തായാലും സെറ്റായി കാണും, അതായത് റാണി വിരിഞ്ഞ് പുതിയ മുട്ടയൊക്കെ ഇട്ട് തുടങ്ങി കാണും എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ കാണിച്ചിരിക്കുന്നതെല്ലാം ഏകദേശം ഫേക്ക് സെല്ലുകളാണ് കേട്ടോ. അതായത് ഫേക്കായിട്ടുള്ള സെല്ലുകളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് കറക്റ്റായിട്ടുള്ളത് അറിയാൻ പറ്റിയിട്ടില്ല. ഒരു പക്ഷേ അതിൻ്റെ അപ്പുറ സൈഡിലായിട്ടോ ഇനി അങ്ങനെ ഉണ്ടോ എന്ന് അറിയാനും പാടില്ല. പക്ഷേ ആ ഒരു സംശയം എനിക്ക് മാറി കിട്ടിയത് തൊട്ട് താഴെയായിട്ടാണ് കേട്ടോ. തൊട്ട് താഴെയായിട്ട് നോക്കുന്ന സമയത്ത് നമുക്കവിടെ റാണി സെല്ല് കാണാൻ പറ്റും. അത് ഏകദേശം വിരിയാറായ റാണി സെല്ലാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ അന്ന് വെച്ച അതായത് റാണി സെല്ലാണ്. അതാണ് ഇപ്പോൾ കാണുന്നത്. ഈ സൈഡിലായിട്ടുണ്ട്. ഞാനത് വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാമേ. അപ്പോൾ രണ്ട് കൂട്ടിലും നമുക്ക് റാണി സെല്ല് വിരിഞ്ഞിട്ടില്ല. ഏകദേശം വിരിയാറായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം ഇനി ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ ഒന്നുകൂടെ കൂട് തുറന്നു നോക്കാം കേട്ടോ. 2 ആഴ്ച 1 മാസം കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ എന്തായാലും നമ്മളെ റാണി നല്ല സെറ്റായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് ഞാനിതിന് മുൻപ് ഒരുപാട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതേനീച്ചയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകൾ ചെയ്താൽ മതി കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ചെറുതേനീച്ച ബോക്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.